Welcome to Mia's Food Book. നമുക്ക് ഇന്ന് എങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സോൾട്ടി ബിസ്ക്കറ്റാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് വേണം, പിന്നെ കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് ഈസ്റ്റ് വേണം, പിന്നെ ഓയിൽ വേണം, പിന്നെ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റ് ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കുഞ്ഞ് സ്പൂണിലാണ് എടുക്കുന്നത്. ഈ കുഞ്ഞ് സ്പൂണിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സ്പൂണിൽ 1/4 ടേബിൾ സ്പൂണാണ്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞ് സ്പൂണിൽ ഞാനൊരു 5 സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് വലിയ ടേബിൾ സ്പൂണിലാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കുഴച്ചൊരു ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുഴച്ചത് കണ്ടില്ലേ, ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ മുകളിലൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുരി പോലെ വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. ഓയിലില്ലേ, ചെറുതായി ഒന്ന് തടവി കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നല്ല സോഫ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് തടവി കൊടുത്തിട്ട് വേണം നമുക്കിത് റാപ്പ് ചെയ്തെടുക്കാൻ. ഇത് നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ബോളൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഈ മാവ് ഇത് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഫ്ലോറിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് പരത്തി നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിക്കൊക്കെയുള്ള അത്ര നൈസ് പോലെ നമുക്കിത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടും കിറ്റിയുടെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പല ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ എല്ലാ റൗണ്ട് ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ്സൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലത്തെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നീക്കിയെടുത്തിട്ട് അത് നമുക്കിതുപോലെ തന്നെ വീണ്ടും കുഴച്ചിട്ട് വേറെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതൊരു സ്മൈലിയുടെ ചിത്രം വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സ്നാക്സ് ആയ കാരണം ഞാൻ 2 കണ്ണും ഒരു വായൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ട്രോണ്ട് 2 കണ്ണ് വരച്ചു കൊടുത്തു. ഒരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ട് ഒരു ചെറിയ വായ പോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള എല്ലാ ബിസ്ക്കറ്റ്സും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കണ്ടില്ലേ, നമ്മൾ ഓരോ സ്മൈലിയുടെ ചിത്രങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു 1/2 സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി കട്ടി മുട്ടയുടെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് എല്ലാ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, പല ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മുകളിൽ മുട്ട ബീറ്റ് ചെയ്തത് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സോൾട്ട് എല്ലാ ബിസ്ക്കറ്റിൻ്റെയും മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
കുറച്ച് വെതറി കൊടുക്കാം. അധികം നന്നായി വേണ്ട, ചെറുതായിട്ടൊന്ന് വെതറി കൊടുത്താൽ മതി. നമ്മളൊരു പാനിലേക്ക് ആദ്യം തന്നെ ഒരു പഴയ പാൻ എടുത്തിട്ട് അത് നല്ല ഫുൾ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ചു, പ്രീ ഹീറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോയിൽ പേപ്പറിൽ മൂടിയിട്ട് ഫോയിൽ പേപ്പർ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മൂടി വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ബൈ ഞാൻ വരാം. Okay, bye.